താങ്കളൊരു പോസ്റ്റ് കണ്ടായിരുന്നു. അതായത് PDP ക്ഷയിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ PDP-യിൽ നിന്നും നല്ലൊരു ഭാഗം SDPയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ ഒന്ന് രണ്ട് കാരണങ്ങൾ താങ്കൾ പറയുന്നുണ്ട്. എന്താണ് താങ്കൾ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത്? ഞാനത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, 1998 മാർച്ച് 31 അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂരിന്റെ തടവറയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോയി. ശേഷം PDP-യുടെ പ്രവർത്തകരൊക്കെ വളരെ അധികം വൈഷമ്യത്തിലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ രഹസ്യമായി ഈ നാട്ടിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന PDP-യുടെ പ്രവർത്തകരെ സമീപിക്കുകയും, അന്ന് PDP-യുടെ പ്രവർത്തകർ രണ്ട് കാര്യമുള്ളൂ. കാരണം അന്ന് മഅ്ദനി ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, അവർണ്ണന അധികാരം പീഡിതർക്ക് മോചനം. അതിന്റെ കൂട്ടത്തിൽ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായി. മഅ്ദനി ജയിലിൽ പോയതിനു ശേഷം PDP-യുടെ പ്രവർത്തകർ മറ്റൊരു കാര്യം കൂടി ഏറ്റെടുത്തു, അബ്ദുൽ നാസർ മഅ്ദനിയെ മോചിപ്പിക്കുക. ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുക, മഅ്ദനിയെ മോചിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് പിന്നെ PDP-യുടെ പ്രവർത്തകരുടെ മനസ്സിൽ ഇങ്ങനെ തുളുമ്പി നിന്നത്. ആ സാഹചര്യത്തിൽ എന്തെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ആ സംഘടന പരസ്യമായി രംഗത്ത് വരികയും PDP-യുടെ പ്രവർത്തകരെ സമീപിക്കുകയും അവരോട് അബ്ദുൽ നാസർ മഅ്ദനിയെ പുറത്തിറക്കാം, ബാബറി മസ്ജിദ് യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കാമെന്ന് അവർക്ക് വാക്കുകൊടുക്കുകയും നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കാമെന്ന് അവർ പറയുകയും ചെയ്തു. അങ്ങനെ PDP-യുടെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം ഇപ്പോൾ 75% പ്രവർത്തകരും PDP-യുടെ പ്രവർത്തകരാണ്. അന്നത്തെ ആ രഹസ്യ സംഘടനയായ ഇപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക്സ് പാർട്ടിയായ SDPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ അന്ന് വേറെ രീതിയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. രഹസ്യം എന്ന് പറഞ്ഞാൽ അന്ന് ഹിഡനായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയായി. ഇപ്പോൾ വളരെ പബ്ലിക്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് SDPI-യിലെ പ്രവർത്തകരിൽ ഭൂരിഭാഗവും ആൾക്കാർ PDP-യുടെ പ്രവർത്തകർ തന്നെയാണ്. അന്ന് അവർ കൊടുത്ത വാക്ക് അബ്ദുൽ നാസർ മഅ്ദനിയെ നമുക്ക് പുറത്തിറക്കാം, ബാബറി മസ്ജിദിന്റെ മുനാരങ്ങൾ നമുക്ക് പുനർനിർമ്മിക്കാം എന്നൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് PDP-യുടെ പ്രവർത്തകരെ നന്നായി ക്യാൻവാസ് ചെയ്യുകയും ആ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും ശേഷം പിന്നീട് അവർ പതുക്കെ മഅ്ദനിയെ മാറ്റി അങ്ങ് നിർത്തിയിട്ട് ബാബറി മസ്ജിദിന്റെ വിഷയത്തിലേക്ക് വന്നു. ആ പ്രസ്ഥാനത്തിലേക്ക് പോയവർ പോലും പിന്നെ മഅ്ദനിയെ മറന്ന ഒരവസ്ഥയിലേക്കായി. അവരോട് ഞാൻ അനുഭവമുള്ള 2-3 പ്രവർത്തകരുണ്ട്. അവരോട് തന്നെ ഞാൻ മഅ്ദനിയുടെ വിഷയം ചോദിക്കുമ്പോൾ മഅ്ദനി ഒരു പുച്ഛഭാവത്തോടു കൂടി അവർ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായ? അപ്പോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഡിസംബർ 6 വരുമ്പോൾ മാത്രം അവിടെ എവിടെയൊക്കെ ഒരു പോസ്റ്റർ കൊണ്ട് ഒട്ടിക്കുന്നതല്ലാതെ ഒന്നും അവർ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബാബറി മസ്ജിദിന്റെ വിഷയത്തിൽ. എന്നാൽ അന്നും ബാബറി മസ്ജിദിന് വേണ്ടിയിട്ട് ഘോരം ശബ്ദിച്ച് ഈ രാജ്യത്ത് ഇനി ബാബറി മസ്ജിദ് യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായി ശബ്ദിച്ച ഒരു വ്യക്തി അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ബാബറി മസ്ജിദിന്റെ വിഷയം മാത്രമല്ല, ഈ രാജ്യത്ത് നടക്കുന്ന ഒരുപാട് അനീതികൾക്കെതിരെ അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദ് ശബ്ദിച്ചു. മഅ്ദനി ഉസ്താദിന്റെ പ്രസ്ഥാനം നന്നായിട്ട് വളരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ പല മുസ്ലിം സംഘടനകളെയും അവർ കൂട്ടുപിടിക്കുകയും ഈ PDP-യെ ഇവിടെ ഇല്ലാതാക്കാനുള്ള കഠിനമായ പരിശ്രമം നടത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോയമ്പത്തൂരിന്റെ തടവറയ്ക്കുള്ളിലും പരപ്പന അഗ്രഹ ജയിലിലും അദ്ദേഹം കഴിയേണ്ടി വന്നത്. ഇതിലൊക്കെ വരെ കൈയുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇന്നും ഞാൻ പറയില്ലേ, SDPI-യിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ പ്രവർത്തകരും മഅ്ദനിയെ സ്നേഹിച്ചവരായിരുന്നു, PDP-യെ സ്നേഹിച്ചവരായിരുന്നു. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് അവരുടെ അടുത്ത് എന്നിട്ട് മഅ്ദനിയുടെ പേര് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ ബാബരി മസ്ജിദ് വിഷയത്തിൽ നിന്നും മഅ്ദനി വിഷയത്തിൽ നിന്നൊക്കെ SDPI പിന്മാറിയോ? അവര് ശബ്ദിക്കുന്നതായിട്ട് പിന്നെ ഞാൻ വലുതായിട്ട് കേട്ടില്ല. അവിടെ എവിടെയൊക്കെ ശബ്ദിക്കുന്നു, അല്ലാതെ മഅ്ദനി അന്ന് സംസാരിച്ചതുപോലെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഭാഗമായിരുന്നു ബാബറി മസ്ജിദ്. പക്ഷെ അതിനെ ഇങ്ങനെ പലരും മറപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും എഴുത്തിലൂടെയും സംസാരത്തിലൂടെയും വേദികളിലുമൊക്കെ ഉറക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അന്ന് അബ്ദുൽ നാസർ മഅ്ദനി. പക്ഷെ പിന്നെ ആരും അത് ഓർമ്മപ്പെടുത്താൻ തയ്യാറായില്ല. അന്ന് ആ ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആയിരുന്നു. ഒരുപാട് ഭാഷകൾ അറിയാവുന്ന ആ ഒരു വ്യക്തി ഒരൊറ്റ ഭാഷയിൽ പോലും അരുതേ എന്ന് പറയാൻ തയ്യാറായില്ല. കോൺഗ്രസിനോട് ഇത്രത്തോളം വെറുപ്പും വിദ്വേഷവും ഉണ്ടാകാൻ കാരണം അതൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് ബാബറി മസ്ജിദിന്റെ വിഷയത്തില് അന്ന് കോൺഗ്രസ് എടുത്ത നിലപാട്, മുസ്ലിം ലീഗ് എടുത്ത നിലപാട്, അവർക്ക് ആവശ്യം, അവരുടെ ആഗ്രഹം അധികാരമാണ്. ഇപ്പോഴും അത് തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട്
അധികാരത്തിന്റെ സോപാനങ്ങളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസം അവർ കാണിക്കും, എന്ത് മോശം പണികളും അവർ കാണിക്കും, ആരെയും കൂട്ടുപിടിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇന്നും PDPയുടെ പ്രവർത്തകർ തന്നെയാണ് SDP പ്രവർത്തിക്കുന്നത്. പക്ഷെ അവർക്ക് മഹദിനിയോട് കൂറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പലരോടും സംസാരിച്ചപ്പോഴും മഹദിനിയുടെ വിഷയം കേൾക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അഫ്സൽ കാസിമി മാത്രം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് പല വേദികളിലും. കാരണം അദ്ദേഹത്തിന്റെ സ്വരവും മഹദിനിയുടെ സ്വരവും ഒക്കെ ഇങ്ങനെ അനുകരണമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ ആരും ഒരൊറ്റ SDP പ്രവർത്തകർ മഹദിനിയെ മോചിപ്പിക്കണമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പള്ളി പണിയൊന്നും പറയത്തില്ല. ഇല്ല, ബാബറി മസ്ജിദ് പണിയണം, ഇടയ്ക്ക് ആ ഡിസംബർ 6 ആകുമ്പോഴത്തേക്ക് കരിദിനം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ കൊണ്ടൊന്നും ഒട്ടിക്കും. അല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി അവരെവിടെയെങ്കിലും ഒട്ടിക്കുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല.